ശ്രീ പ്രഭാകരൻ ബല്ലേരി ഈ ഘട്ടത്തിൽ നമ്മളോടുകൂടെ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ പ്രഭാകരൻ ബല്ലേരി, ഇപ്പോൾ സമയം 3:45. ഒരു അരമണിക്കൂറിനകം അദ്ദേഹത്തെ മാതൃരാജ്യ ഇന്ത്യയിലേക്ക് കൈമാറുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാവും എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ പ്രദേശത്ത് ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പക്ഷേ വലിയ തോതിലുള്ള ആഘോഷങ്ങൾക്കെല്ലാം നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ടാണെന്നാവോ താങ്കൾ കരുതുന്നത്? ഇതുപോലെ യുദ്ധത്തടവുകാരുടെ കൈമാറുന്നതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, പ്രോട്ടോകോളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പാലിക്കേണ്ടത്. അപ്പോൾ ആ പ്രോട്ടോകോൾസിന് അനുസൃതമായിട്ടായിരിക്കും യുദ്ധത്തടവുകാരെ കൈമാറുന്നത്. ആ കൈമാറുന്ന അവസരത്തിൽ അവരുടെ സുരക്ഷയും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതൊരു ആഘോഷ ചടങ്ങായിട്ട് നമ്മൾ മാറ്റുന്നത് അത് നമ്മുടെ നിശ്ചയമാണ്. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ കാര്യം, രണ്ടാമത് രാജ്യത്തിന്റെ കാര്യം, മൂന്നാമത് ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷം എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവിടെയാണ് ഇതിനെപ്പറ്റി ശരിക്കും അറിയുന്ന വ്യക്തികൾ ഉണ്ടാവുക. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ കൂടിയിട്ട്, പിന്നെ സായുധ സേനകളും രഹസ്യാന്വേഷണ വിഭാഗവും ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ പ്രോട്ടോകോൾ വരുന്നത്. അനുസൃതമായിട്ട് മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഷയം വാസ്തവ മാധ്യമങ്ങൾ ആണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അത് വേറെ തരത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് അന്താരാഷ്ട്ര പ്രോട്ടോകോൾസ് പാലിച്ചേ പറ്റും. ഇപ്പോൾ ഇന്ന് രാവിലെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരു വിമാനം അവിടേക്ക് അയക്കാമെന്നും ആ വിമാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചയക്കൂ എന്നൊരാവശ്യവും ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അല്ല, വാഗാ അതിർത്തി വെച്ചിട്ടേ കൈമാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഇത് ഇങ്ങനൊരു അതിർത്തിയിലൂടെ കൈമാറണം എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമായിരിക്കുമോ? ഇങ്ങനെയുള്ള അതിർത്തിയിൽ കൂടെ കൈമാറണം എന്നുള്ളത് പാകിസ്ഥാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള അധികാരം പാകിസ്ഥാനുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്റെ ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും കാണുന്നില്ല. കാരണം അവർക്ക് പലതരത്തിലുള്ള ഭീതിയും ഉണ്ടാകും. ആ ഭീതിക്കനുസരിച്ചിട്ട് അതേ സമയത്ത് അവർക്ക് നിയമം പാലിക്കണം എന്നുള്ള അവരുടെ അവസ്ഥ വാസ്തവത്തിൽ കുറച്ച് മോശമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ എടുക്കുന്ന തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എന്റെ വാദം. കാരണം അവർക്കാണല്ലോ ഇതിലെ ഉത്തരവാദിത്വമുള്ളത്. പാകിസ്ഥാന്റെ അതിർത്തിക്കപ്പുറം നിന്ന് കരയുടെ അതിർത്തിയാണ്. ആ അതിർത്തിക്കപ്പുറത്ത് വെച്ച് എന്ത് നടന്നാലും പാകിസ്ഥാന്, പിന്നെ അതിന് അകത്ത് വെച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതും പാകിസ്ഥാന് കുറ്റകരമായിട്ട് വരും. അപ്പം പാകിസ്ഥാൻ വളരെ സൂക്ഷിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ശ്രീ പ്രഭാകരൻ ബല്ലേരിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.